ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന വചനമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ദൈവം മോശയോട് പറയുക, ഒരു വലിയ ദൗത്യം മോശയെ പരമേൽപ്പിക്കുകയാണ്. മോശയെ, നിന്നിലൂടെ ഒരു വലിയ ജനത വിടുവിക്കപ്പെടാനുണ്ട്. മോശ ദൈവത്തോട് പറയുകയാണ്, ഞാൻ വിക്കനാണ്, കഴിവില്ലാത്തവനാണ്, എനിക്കത് കഴിയത്തില്ല. ദൈവം എനിക്ക് സംസാരിക്കാൻ ഉള്ള ശക്തിയില്ലെന്നൊക്കെ പറയുമ്പോൾ ദൈവം ചോദിക്കുക, വായെ കൊടുത്തത് ആരാ, സംസാരശേഷി കൊടുത്തത് ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. സ്തോത്രം. എന്താണ് ഇതിനകത്തുനിന്ന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം തീരുമാനിച്ച പോലെ തന്നെയെല്ലാം നടക്കും. ദൈവത്തിന് ഓരോരുത്തവരെ കുറിച്ചും ഓരോ പദ്ധതിയുണ്ട്. നിന്റെ കഴിവ് നോക്കിയല്ല നിന്നെ ചില ദൗത്യങ്ങൾ ദൈവം പരമേൽപ്പിക്കുന്നത്, മറിച്ച് നിന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉറപ്പാണ് നിന്നെ ചില കാര്യങ്ങളിലേക്ക് ദൈവം നിയോഗിച്ചുകൊണ്ട് പോകുന്നത്. യേശുക്രിസ്തു ലോക സുവിശേഷീകരണത്തിന് തിരഞ്ഞെടുത്തത് 12 ശിഷ്യന്മാരെയാണ്. സാധാരണക്കാരായ മുക്കുവന്മാരായ ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ ബുദ്ധിയിൽ ചിന്തിച്ചാൽ, സ്തോത്രം, കഴിവില്ലാത്ത ഒരാളെ കൊണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളെ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നാം ചോദിക്കും. എന്നാൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തന്നെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിന്റെ രാജാവായി ഇരിക്കാൻ കാട്ടിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ഒരു ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. സാധാരണ വീട്ടിൽ പിറന്ന യോസഫിനെ രാജ്യത്തിന് 2ാമനാക്കാൻ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ നിന്റെയും എന്റെയും കഴിവോ ജനിച്ച കുടുംബത്തിന്റെ മഹിമയോ കുലത്തൊഴിലോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ദൈവം തെളിയിക്കുക. മോശയോട് ദൈവം സംസാരിക്കുന്ന വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഈ ദിവസങ്ങളിൽ നിന്റെ വായോടുകൂടെ ദൈവം ഇരിക്കും. നീ എന്തു പറയണമെന്ന് ദൈവം നിനക്ക് ഉപദേശിച്ചു തരും. ആരുടെയൊക്കെയോ അധരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. ഏതൊക്കെയോ വിഷയത്തിൽ ആരുടെയൊക്കെയോ വിടുതലിന് നിന്റെ നാവിനെ ദൈവത്തിന് വേണം. നിന്റെ നാവിനെ അവൻ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കി മാറ്റട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ തന്റെ ദൈവകരത്തിൽ സമർപ്പിക്കുക. അങ്ങയ്ക്കിഷ്ടമുള്ള പോലെ അങ്ങയുടെ പദ്ധതി നിറവേറാൻ ഞങ്ങളെ ഉപയോഗിച്ചാട്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്നോടുകൂടിയും നിന്റെ വായോടുകൂടിയും ദൈവം ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ്.